ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലത്താണ്. ഞാൻ ഏത് സ്ഥലം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പൊന്നാനി ബിഎം പാർക്ക് എന്നാണ് തോന്നുന്നത്. ഞാൻ കറക്റ്റ് ടൈറ്റിൽ കൊടുക്കുക, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. സോ അവിടെ ഉണ്ട് നിൽക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം ഇവിടുത്തെ കായൽ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. കാരണം ഇവിടെ കുട്ടികൾക്കുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ വീട്ടിൽ സത്യം പറയാം, ഇത് നമുക്ക് വൈകുന്നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ബെസ്റ്റ് ലൊക്കേഷൻ ഏതാണെന്ന് ഇപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സ്ഥലം പറയും. കാരണം ഇവിടെ നമ്മൾ ഒന്നാമത് കുറച്ചും കൂടി നല്ല ആൾത്തിരക്കില്ല ഇവിടെ. പക്ഷെ എന്നാലും ഒന്നും കൂടി ആൾ കുറവാണെങ്കിൽ നല്ല ബെസ്റ്റ് സ്ഥലമാണ് ഇത്. നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ബെസ്റ്റ് ലൊക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഈ സ്ഥലം പറയും. കാരണം അത്രയും നല്ലൊരു ഫീലാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അവിടേക്കൊക്കെ നോക്കുമ്പോൾ നല്ല സീനറിയാണത്. ഇവിടെ തോണിയൊക്കെ വന്നിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന പാട് കുറച്ച് തോണി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അപ്പോഴാണ് ഞാൻ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയത്. ഇതാ അടിയിൽ കുറച്ച് പായലും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഒന്നാമത് നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇരുന്നിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാന്ന് എന്ന് കരുതിയിട്ട് വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. നീണ്ട് നിവർന്ന് കിടക്കാണ്ട് കായൽ, തണുത്ത കാറ്റുണ്ട്. ഇതാ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കാണ് അവിടെ ഉള്ളത്. ഞാൻ അവിടെ കാണിച്ചു തരാം. അവിടെ ഇപ്പോൾ അനിയൻ അവിടെ കളിക്കുകയാണ്, ഇനി അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് അങ്ങനെ വന്ന, അതായത് ഇന്നലെ എനിക്ക് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് പാർക്കിൽ പോകണം പറഞ്ഞപ്പോൾ എന്നും ഞങ്ങൾ അവിടെയുള്ള വെള്ളിയങ്കല് പാർക്കൊക്കെ പോകാറുണ്ട്. ജസ്റ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. സംഭവം നല്ല രസമുള്ള സ്ഥലം. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇനി മഴ ഉണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിൽക്കാം. ഇവിടെ നിന്നിട്ടുള്ള ഒരു സീനൊക്കെ ആയിട്ട് നിങ്ങൾ കാണാം. പാർക്കിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഫീ കാര്യങ്ങളൊന്നുമില്ല. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. ഒരു ഭാഗത്ത് കയറാം. ഒരു തരത്തിലുള്ള ചാർജും കാര്യങ്ങൾ പാർക്കിംഗ് ഫീയോ അല്ലെങ്കിൽ പാർക്കിൻ്റെ ഫീയോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. അത് നമ്മൾ വിചാരിക്കും ചെറിയ സ്ഥലമാണെന്ന്. പക്ഷേ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫീൽ എന്ന് പറഞ്ഞത് വേറെ ലെവലാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വല്ല പ്രൊമോഷൻ കൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൊക്കെ. എത്ര പോകുന്ന സിലോപ്പിൻ്റെ അവിടെ കിട്ടിയില്ലേ? ഷടാ, നമുക്ക് ഇറങ്ങി പിടിച്ചാലോ? തോണിയില്ലേ? നമ്മളവിടുത്തെ എൻ്റെ ഭാഗത്ത് എന്താ ഇവിടെ കഴിഞ്ഞു. ആ പാലം ഇവിടെ ടെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ വെച്ചിട്ട് നോക്കി വന്നതാണ്. കൊള്ളാം. നമുക്കിനി ഇവിടുന്ന് കഴിഞ്ഞാൽ ആ പാർക്കിൽ പോകാം കേട്ടോ. പാർക്കിൽ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. പാർക്കിൽ മെയിനായിട്ട് വലിയ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷേ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അങ്ങോട്ടും കാണിച്ചു തരാം. കാരണം ബിഎം പാർക്ക് എന്ന് പറഞ്ഞാണ് പലരും ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിൽക്കുള്ളൂ. കാരണം നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിൽ നല്ല മീനുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വീഡിയോ പിടിക്കുമ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല. നമ്മൾ ആ ഒരു പാർക്കിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ വന്നിട്ട് അവിടെ നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാം. കാരണം അവിടെ അത്ര ആഴമില്ല. അതുകൊണ്ട് അവിടെ നോക്കുമ്പോൾ നല്ല മീനുകളൊക്കെ കാണാം കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ വന്നിട്ട് ഇരിക്കുമ്പോൾ. അവിടെ ഇങ്ങനെ ആയിട്ട് ഒരു ചേട്ടൻ തോണിയിൽ പോകുന്നുണ്ടോ. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ നെക്സ്റ്റ് പാർക്കിൻ്റെ ഏരിയയിലേക്ക് ഇട്ടാണ് ഇറങ്ങുന്നത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എവിടെ മീനെവിടെ? അതല്ലേ ആടാ, അത്ര കള്ള കണ്ടല്ല നല്ല ഉണ്ട്. വാ ഇവിടുന്ന് കാണാണ്ടോ? ഓക്കെ, നമ്മളിതാ ഇവിടുന്ന് പോവാണ്ട്. ഇവിടെ നമ്മളെ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇനി എന്തായാലും നമ്മൾ ഇവിടുന്ന് തിരിക്കുക. വൈകുന്നേരം ഒരു 6 മണി ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്, ചേട്ടാ. ഞാൻ പോണ വഴിക്ക് ആ ഒരു പാലത്തിൻ്റെ ആ ഒരു ഭാഗങ്ങളും കൂടി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ.